Show that the list 5743 is a basis for vector space F2. We need to prove that this list of vectors 57 and 43 is a basis for the vector space F2. It is enough to prove that it is linearly independent and which also spans the vector space F2. We can use the proposition we have discussed in our last class, that is if we are proving that it is linearly independent, then we know that dimension of F2 is 2. Dimension of F2 is 2, and if it is linearly independent, then every linearly independent list of vectors in a finite dimensional vector space itself is a basis for the vector space V. ഈ ഒരു പ്രൊപ്പോസിഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രൂവ് ചെയ്തായിരുന്നു, വിച്ച് മീൻസ് നമ്മളൊരു വെക്റ്റർ സ്പേസ് വി എടുത്തു. ആ വെക്റ്റർ സ്പേസ് വിയുടെ ഡയമെൻഷൻ എന്താണോ ആ ഡയമെൻഷനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ബേസിസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ F2ൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താ? ഡയമെൻഷൻ ഓഫ് F2 എന്ന് പറയുന്നത് 2 ആണ്. ആ സെയിം 2 വെക്റ്റേഴ്സ് തന്നെയാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഈ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായാലും ബേസിസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി എന്ത് കാണിച്ചാൽ മതി? 5, 7, 4, 3 എന്നുള്ള ഈ രണ്ട് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിച്ചാൽ മതി. പക്ഷെ നമുക്കറിയാം ഈ രണ്ട് വെക്റ്റേഴ്സ് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഇതെന്ന് പറയുന്നത് ഒന്നിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 1 വെക്റ്റർ ഈസ് നോട്ട് എ ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് ആണുള്ളത്, V1 V2 എന്നുള്ള രണ്ട് വെക്റ്റേഴ്സ് എടുത്തു. V2 ഈസ് നോട്ട് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് V1 ഓർ V1 ഈസ് നോട്ട് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് V2 എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് ഉണ്ട്, ഒന്ന് മറ്റേതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ രണ്ട് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. സ്കെയിലാർ മൾട്ടിപ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റിൻ്റെയും ലീനിയർലി ഡിപ്പെൻഡൻറ്റിൻ്റെയും കുറച്ച് റിസൾട്ടുകൾ എഴുതിയായിരുന്നു, ആ റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ദസ് വി ക്യാൻ സേ ദാറ്റ് ദി ഗിവൻ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് 5, 7, 4, 3 is a linearly independent list of vectors. Thus, by the above proposition we have discussed in our last class, we can say that 5, 7, 4, 3 is a basis for the vector space F2. Since the dimension of F2 is 2 and the number of linearly independent list of vectors is also 2, thus we can say that this linearly independent list of vectors itself is a basis for the vector space F2. Okay. Now the next problem, show that 1x minus 5 the whole square x minus 5 all raised to 3 is a basis of the subspace U of P3 of R defined by U is equal to P element of P3 of R such that P dash of F equal to 0. അപ്പോൾ P3 of R എന്നുള്ള, അതായത് പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3, അതാണ് P3 of R. ആ P3 എന്നുള്ള ആ ഒരു പോളിനോമിയൽ വെക്റ്റർ സ്പേസ്, ഈ വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ് സ്പേസ് ആണ് U. ആ സബ് സ്പേസ് എന്ന് പറയുന്നതാണ് സെറ്റ് ഓഫ് ഓൾ P എലമെൻറ്റ് ഓഫ് P3 of R സച്ച് ദാറ്റ് P ഡാഷ് ഓഫ് 5 ഈക്വൽ ടു 0. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോളിനോമിയൽസ്, തേർഡ് ഡിഗ്രി പോളിനോമിയൽസിൽ വരുന്ന ഈ കണ്ടീഷൻ P ഡാഷ് ഓഫ് 5 ഈക്വൽ ടു 0 എന്നുള്ള ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ പോളിനോമിയൽസ് മാത്രമാണ് ഈ U എന്നുള്ള സെറ്റിൽ വരുന്നത്. ഈ U എന്ന് പറയുന്ന സെറ്റ്, അങ്ങനെ വരുന്ന U എന്ന് പറയുന്ന സെറ്റിലെ ഈ എലമെൻറ്റ്സ് 1 x minus 5 the whole square x minus 5 all raised to 3 എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ സബ് സ്പേസ്, ഈ U എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ് സ്പേസിൻ്റെ ബേസിസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. P3 എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ് എടുക്കുകയാണ്, അതിൻ്റെ ഒരു സബ് സ്പേസ് ആണ് U. ആ സബ് സ്പേസിൻ്റെ കണ്ടീഷനാണിത്. അപ്പോൾ U എന്ന് പറയുന്ന സെറ്റിൽ വരുന്നത് ഈ എലമെൻറ്റ്സ് മാത്രമാണ്. ഈ യുവിൻ്റെ ഒരു ബേസിസ് ആണ് 1 x minus 5 the whole square x minus 5 all raised to 3. ഈ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് യുവിൻ്റെ ബേസിസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബേസിസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത തിയറം, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത തിയറംസ് തന്നെയാണ് യൂസ് ചെയ്യണത്. അത് വഴിയെ പറയാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിപ്പോൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 1 x minus 5 the whole square and x minus 5 all raised to 3 is a basis for the vector space U എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ബേസിസ് ആവണേക്ക് മുന്നായിട്ട് നമുക്ക് എന്ത് നോക്കണം? ഈ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് യുവിലുണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യണ്ടേ? യുവിലുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അത് അതിൻ്റെ ബേസിസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഈ 1 x minus 5 the whole square x minus 5 the whole raised to 3 എന്ന് പറയുന്നത് ബേസിസ് ഫോർ ദി വെക്റ്റർ സ്പേസ് ഫോർ ദി സബ് സ്പേസ് യു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വെക്റ്റേഴ്സ് 1 x minus 5 the whole raised to 2 and x minus 5 all raised to 3 എന്ന് പറയുന്ന ഈ വെക്റ്റേഴ്സ് എല്ലാം ഈ യുവിലുള്ള വെക്റ്റേഴ്സ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ യുവിൽ ആവാനുള്ള കണ്ടീഷൻ എന്താ, p dash of 5 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. അപ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 0 അല്ലേ. നാച്ചുറലി യു എന്ന് പറയുന്നത് 1ൻ്റെ ഒരു എലമെൻറ്റ്, യു 1 എന്ന് പറയുന്ന വെക്റ്റർ യുവിലെ എലമെൻ്റായി മാറി. ഇനി എക്സ് മൈനസ് 5 ഓൾ റൈസ് ടു 5 എക്സ് മൈനസ് 5 ഓൾ റൈസ് ടു 2 അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും, 2 ഇൻറ്റു എക്സ് മൈനസ് 5 അല്ലേ ഡെറിവേറ്റീവ് കിട്ടുന്നത്. ഇനി ഇപ്പം p equal to x minus 5 the all raised x minus 5 all square എന്ന് എടുക്കുമ്പോൾ p dash എന്ന് പറയുമ്പോൾ എന്ത് വരും, 2 ഇൻറ്റു എക്സ് മൈനസ് 5 അത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ p dash of 5 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 5 ഇട്ട് എടുക്കുമ്പോൾ 2 ഇൻറ്റു 5 മൈനസ് 5 എന്ന് പറയുന്നത് ഈക്വൽ ടു 0. അപ്പോൾ p dash of 5 ചെയ്ത് നമുക്ക് 0 കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് എക്സ് മൈനസ് 5 ഓൾ സ്ക്വയർ ദാറ്റ് വെക്റ്റർ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ദി സബ് സ്പേസ് യു. സിമിലർലി വി ക്യാൻ ചെക്ക് എക്സ് മൈനസ് 5 ഓൾ റൈസ് ടു 3 എന്ന് പറയുന്ന വെക്റ്ററും യുവിൽ എലമെൻ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ പി ഡാഷ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 3 ഇൻറ്റു എക്സ് മൈനസ് 5 ഓൾ റൈസ് ടു 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ പി ഡാഷ് ഓഫ് 5 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 3 ഇൻറ്റു 5 മൈനസ് 5 ഓൾ റൈസ് സ്ക്വയർ അതിൻ്റെ വാല്യൂ എന്താ, 0 എന്ന് കിട്ടും. എഗെയിൻ എക്സ് മൈനസ് 5 all raised to 5 x minus 5 all raised to 3 അതിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് x equal to 5 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് x minus 5 all raised to 3 is also an element of u. So it is clear that 1 x minus 5 all square and x minus 5 all raised to 3 is in u. Now we need to check it is a basis for the vector space u. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ C1 3 സ്കെയിലാസ് എടുക്കുകയാണ്, C1 C2 C3 എന്നുള്ള 3 സ്കെയിലാസ് എടുത്തു. ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തു. ദെൻ ഈ ബ്രാക്കറ്റുകളൊന്ന് ഓപ്പൺ ചെയ്യുക. അതായത് എക്സ് മൈനസ് 5 ഓൾ സ്ക്വയറിനെയും എക്സ് മൈനസ് 5 ഓൾ റൈസ് ടു 3നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലുള്ളത് എന്താ, ഈ 0 എന്നുള്ളത് P3 എന്നുള്ള വെക്റ്റർ സ്പേസിലെ വെക്റ്ററാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതണം, P3 എന്നുള്ള 0 പോളിനോമിയലായിട്ട് എഴുതാം. അതാണ് 0x3 0 പ്ലസ് 0x2 പ്ലസ് 0x പ്ലസ് 0 എന്ന് എഴുതിയേക്കുന്നത്. ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് x3യുടെ കോഎഫിഷ്യൻറ്റിനെല്ലാം ഒരുമിച്ചെടുത്ത് എഴുതുക, x2ൻ്റെ കോഎഫിഷ്യൻസിനെ ഒരുമിച്ച് എഴുതുക, എക്സ് ആൻഡ് ദെൻ കോൺസ്റ്റൻറ്റ്. ദെൻ അത് റൈറ്റ് സൈഡിൽ വരുന്ന ഈ ടേംസ് തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ 0 എന്ന് എഴുതിയിട്ടുള്ളൂ, ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, 0x3 പ്ലസ് 0x2 പ്ലസ് 0x പ്ലസ് 0. ദെൻ അത് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. അതിൽ നിന്ന് ഇപ്പോൾ x3യുടെ ഒറ്റയടിക്ക് നമുക്ക് തന്നെ കിട്ടും, C3യുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അത് ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ C1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് C2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. C2ൻ്റെയും C3യുടെയും വാല്യൂ ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C1ൻ്റെ വാല്യൂ എന്ന് 0 കിട്ടും. നമുക്ക് എന്ത് കിട്ടി, C1 ഈക്വൽ ടു 0 C2 ഈക്വൽ ടു 0 ആൻഡ് C3 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദി ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 സച്ച് ദാറ്റ് ഓൾ ദി സ്കെയിലാർസ് ആർ 0. Hence we can say that the list of vectors 1 x minus 5 the whole square x minus 5 all raised to 3 is a linearly independent list of vectors in U. ഇനി ഡയമെൻഷൻ ഓഫ് P3 ഓഫ് R എന്ന് പറയുന്നത് എന്തായാലും 4 ആണ്. ഡയമെൻഷൻ ഓഫ് PM എന്ന് പറയുന്നത് m+1 ആയതുകൊണ്ട് P3യുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. ഇനി U എന്ന് പറയുന്നത് P3യുടെ ഒരു സബ് സ്പേസ് ആണെന്ന് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്മൾ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു തിയറം ആയിരുന്നു, ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സബ് സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിനോട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ വിയുടെ ഒരു സബ് സ്പേസ് ആയിട്ട് യു എടുക്കുകയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് യു വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയും. അപ്പോൾ വിക്ക് പകരമാണ് നമ്മളിവിടെ പോളിനോമിയൽ ഓഫ് 3 എന്ന് എടുത്തേക്കുന്നത്. സോ വി ക്യാൻ using that proposition we can say that dimension of u will be less than or equal to dimension of P3. ഇനി അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക, ഡയമെൻഷൻ യുവിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 3 ആയിരിക്കും അല്ലെങ്കിൽ 4 ആയിരിക്കും. അതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. 3യിൽ കുറവായിരിക്കില്ല, കാരണം എന്തായാലും അതിനകത്ത് 3 വെക്റ്റേഴ്സ് യുവിൽ ഓൾറെഡി എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്തായാലും 3 വെക്റ്റേഴ്സ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. ഇനി 3ൽ കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഉള്ളത്. അതായത് 3ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ കൂടിപ്പോയാൽ
അതായത് യു എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് വി ആയതുകൊണ്ട് സബ്സ്പേസ് ഓഫ് P3 ആയതുകൊണ്ട് P3യുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ വരാവുന്ന പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 3 ആയിരിക്കും ഡയമെൻഷൻ ഓഫ് യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും 4 ആയിരിക്കും. ഇനി ഡയമെൻഷൻ ഓഫ് യു എന്ന് പറയുന്നത് 4 ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് നമ്മളിനി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് യു എന്ന് പറയുന്നത് 4 ആവുകയാണെങ്കിൽ എന്താ പറ്റുക? ഇപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായിട്ട് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റും ലിസ്റ്റിനെ നമുക്കൊരു ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളൊരു തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഏതൊരു വെക്റ്റർ സ്പേസിൻ്റെയും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇഫ് ഡയമെൻഷൻ ഓഫ് യു ഈക്വൽ ടു 4, then we can extend the basis of u to a basis of P3 of R. Thus we could get a list of vectors which is length greater than 4. അതായത് ഇപ്പോൾ യു എന്ന് പറയുന്നതിൻ്റെ ഏതൊരു സബ്സ്പേസ്, ഇപ്പോൾ ആ യുവിൻ്റെ നമ്പർ ഓഫ് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 4 ആണെന്നുണ്ടെങ്കിൽ ആ 4നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് P3യുടെ ഒരു ബേസിസ് ആക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ, എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ പിന്നെ വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യാണ്. അപ്പോൾ 4ൻ്റെ കൂടെ പിന്നെ വെക്റ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്താവും, 4ൽ കൂടുതലായി പോകും. പക്ഷേ ഡയമെൻഷൻ ഓഫ് P3 എന്ന് പറയുന്നത് 4 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അതിൻ്റെ ഡയമെൻഷൻ അതിൽ കൂടുതൽ വെക്റ്റേഴ്സ് 4ൽ കൂടുതൽ വെക്റ്റേഴ്സ് എന്തായാലും P3യുടെ ബേസിസിൽ വരാനുള്ള പോസിബിലിറ്റി ഇല്ല. സോ യുവിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായാലും 4 ആകാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് അതർവൈസ് if we extend basis of u to a basis of P3 of R, we could get a list of vectors which is greater than 4. That will be not possible. So hence we can say that dimension of u will be equal to 3. അപ്പോൾ യുവിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആണെന്നും കിട്ടി. ആ 3 വെക്റ്റേഴ്സ് 1 x minus 5 all raised to 3 and x minus 5 all raised to 3 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പ്രൂവ് ചെയ്ത അല്ലെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ട് ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഒരു ഫൈനൈറ്റ് ഡയമെൻഷനായിട്ടുള്ള വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ്റെ ലെങ്ത്ത് വരുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഒരു വെക്റ്റർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും ബേസിസ് ആയിരിക്കും. സോ ഇവിടെ യുവിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നതും 3 ആണ്. ഇവിടെ 3 വെക്റ്റേഴ്സ് നമുക്ക് എടുത്തത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും കിട്ടി. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദീസ് 3 വെക്റ്റേഴ്സ് വിൽ ബി എ ബേസിസ് ഫോർ ദി വെക്റ്റർ സ്പേസ് യു. ഓക്കെ. Next one is a proposition. Suppose V is finite dimensional, then every spanning list of vectors in V with length dimension V is a basis of V. അപ്പോൾ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു V എന്ന് പറയുന്ന ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എടുക്കുകയാണ്. അതിൻ്റെ ഏതൊരു സ്പാനിങ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് എടുക്കുകയാണെങ്കിലും ആ വെക്റ്റർ സ്പേസ് വിയിലെ spanning list of vectors whose length equal to dimension V, then it will be a basis of V. അതായത് ഇപ്പോൾ നമ്മൾ ഡയമെൻഷൻ വിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് n ആണെന്ന് എടുത്തു, ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് n ആണെന്ന് എടുത്തു. അതുപോലെ തന്നെ ഈ വിയുടെ ഒരു സ്പാനിങ് ലിസ്റ്റിനെ കൺസിഡർ ചെയ്യാണ്, വിയുടെ എടുക്കുകയാണ്. അതിലും n വെക്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. V1 V2 എക്സ്ട്രാ Vn എന്ന് പറയുന്ന ഒരു സ്പാനിങ് ലിസ്റ്റ് n വെക്റ്റേഴ്സിൻ്റെ തന്നെ ഒരു സ്പാനിങ് ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പാനിങ് ലിസ്റ്റ് എന്ന് പറയുന്നത് ആയാലും ഒരു ബേസിസ് ആയിരിക്കും ഫോർ ദാറ്റ് വെക്റ്റർ സ്പേസ് വി. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് സ്പാനിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു സ്പാനിങ് സെറ്റ് വിത്ത് ഡയമെൻഷൻ വി ആയിട്ടുള്ള ലെങ്ത് ഈക്വൽ ടു ഡയമെൻഷൻ വി ആയിട്ടുള്ള ഒരു സ്പാനിങ് ലിസ്റ്റ് വെക്റ്റേഴ്സ് എടുക്കുകയാണ്, അത് ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യും. So suppose dimension of V equal to n and V1 V2 extra Vn is a span which spans V. അപ്പോൾ ഫൈനൈറ്റ് ഡയമെൻഷനിലായത് നമ്മൾ n എന്ന് എടുത്തു. ആ n വെക്റ്റേഴ്സ് ആണ് നമ്മൾ ഇനി സ്പാനിങ് ലിസ്റ്റിൽ എടുക്കുന്നത്. ആ വെക്റ്റേഴ്സ് നമ്മൾ V1 V2 extra Vn എന്ന് എടുത്തു. Then we have a proposition that every spanning list in a vector space can be extended to a basis of the vector space. ഏതൊരു വെക്റ്റർ സ്പേസിലെ സ്പാനിങ് സെറ്റിനെ നമുക്കൊരു ആ വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. Every spanning list in a vector space can be reduced to a basis of the vector space. അപ്പോൾ ഏതൊരു വെക്റ്റർ സ്പേസിൻ്റെയും സ്പാനിങ് ലിസ്റ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ആ വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബേസിസ് ആയിട്ട് മാറ്റാൻ പറ്റും. Thus if V1 V2 Vn can be reduced to a basis of V, however every basis of V has length n.
So in this case the reduction is trivial one, meaning that no elements are deleted from v1 v2 etc vn. അതായത് ഇപ്പോൾ ഈ തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ ആ സ്പാനിങ് ലിസ്റ്റിനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് ബേസിസ് ആയിട്ട് മാറ്റേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ v1 v2 എക്സ്ട്രാ vn എന്നുള്ള ഈ സ്പാനിങ് ലിസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് കുറഞ്ഞു പോകും. അപ്പോൾ n വെക്ടേഴ്സ് ഉണ്ടാവില്ല, n-ൽ കുറവായിരിക്കും. അപ്പോൾ ആ റെഡ്യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ബേസിസ് എന്ന് പറയുന്നത് എന്തായാലും വിയുടെ ബേസിസ് ആവാൻ പറ്റില്ല. കാരണം വിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഓൾറെഡി n ആയതുകൊണ്ട് അതിലെ ബേസിസിലെ വെക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായാലും n ആയേ പറ്റുള്ളൂ. സോ റെഡ്യൂസ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. കാരണം റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മളെടുത്ത ആ സ്പാനിങ് സെറ്റ് തന്നെയാണ് അതിൻ്റെ ബേസിസ് ആവുന്നത്. ദാറ്റ് വിച്ച് മീൻസ് ദാറ്റ് ദർ ഈസ് നോ നീഡ് ടു ഡിലീറ്റ് any vectors from this ലിസ്റ്റ് ഓഫ് സ്പാനിങ് വെക്ടേഴ്സ് v1 v2 എക്സ്ട്രാ vn. അതിനെ ട്രിവിയൽ വൺ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇത് തന്നെയാണ് നമ്മൾ ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റിൻ്റെ കേസിൽ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു സ്പാനിങ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ബേസിസ് ആക്കാൻ പറ്റുമായിരുന്നത്. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വെക്ടേഴ്സിനെ ആഡ് ചെയ്യേണ്ടി വരും. ആഡ് ചെയ്യുമ്പോഴും എന്താ വരുന്നത്, ആ ഡയമെൻഷന് ചേഞ്ച് വരും. അപ്പോൾ അത് ബേസിസ് ആവില്ല. അതിന് നമ്മൾ ട്രിവിയൽ കേസായിട്ട് കൺസിഡർ ചെയ്തു. സെയിം തന്നെ ഇവിടെയും ട്രിവിയൽ കേസായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി നമ്മൾ ഇതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ ചേഞ്ച് ആയി പോവും. അപ്പോൾ ആ ഡയമെൻഷൻ കുറയുമ്പോൾ ആ ബേസിസ് നമുക്ക് റെഡ്യൂസ് ചെയ്തിപ്പോൾ v1 v2 എക്സ്ട്രാ vn-നെ കളഞ്ഞാൽ n-1 വെക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ ആ ബേസിസ് ആക്കി മാറ്റി അതെന്ന് പറയുന്നത് അതിൻ്റെ ബേസിസ് എന്താവും, n-1 ആവും. പക്ഷേ അത് വെക്ടർ സ്പേസ് വിക്ക് ബേസിസ് ആവില്ല. കാരണം നമ്പർ ഓഫ് വെക്ടേഴ്സ് n വരുന്നത് മാത്രമാണ് വിയുടെ ബേസിസ് ആയിട്ട് മാറുള്ളൂ. സോ ദി റിഡക്ഷൻ ഇസ് നോട്ട് പോസിബിൾ. സോ കൺസിഡർ ദിസ് കേസ് വൺ ഈസ് എ ട്രിവിയൽ വൺ. അതായത് ഒന്നും കുറക്കണ്ട, അത് തന്നെയാണ് അതിൻ്റെ വെക്ടർ സ്പേസ്. കാരണം കുറച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എടുത്ത ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിസ് ആയിട്ട് മാറില്ല. So thus we get v1 v2 extra vn is a basis for the vector space V. Hence every spanning list of vectors in V with the length of dimension V is a basis of the vector space V. അപ്പോൾ നമ്മൾ എടുക്കുന്ന വെക്ടർ സ്പേസിലെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്പാനിങ് സെറ്റിലെ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഡയമെൻഷനോട് ഇക്വലൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായാലും ബേസിസ് ആയിരിക്കും. ഡയമെൻഷനോട് ഇക്വലൻ്റ് ആകുമ്പോൾ മാത്രമാണ് ഈ കണ്ടീഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ഡയമെൻഷനേക്കാൾ കുറവുള്ള വെക്ടേഴ്സാണ് നമ്മുടെ സ്പാനിങ് ലിസ്റ്റിലുള്ളതെങ്കിൽ അത് ആ ബേസിസിന് വെക്ടർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിസ് ആവും എന്ന് ഈ തിയറം പറയുന്നില്ല. ഡയമെൻഷനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്പാനിങ് ലിസ്റ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പാനിങ് ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ബേസിസ് തന്നെയായിരിക്കും. നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ, if u1 and u2 are subspaces of a finite dimensional vector space, then dimension of u1 plus u2 equal to dimension of u1 plus dimension of u2 minus dimension of u1 intersection u2. അതായത് നമ്മളൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ രണ്ട് സബ് സ്പേസുകളിൽ എടുക്കുകയാണ് u1 ആൻഡ് u2. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് u1 പ്ലസ് u2 എന്നുള്ള സബ് സ്പേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് u1 പ്ലസ് ഡയമെൻഷൻ ഓഫ് u2 മൈനസ് ഡയമെൻഷൻ ഓഫ് u1 ഇൻ്റർസെക്ഷൻ u2. ഈ കണ്ടീഷൻ ഈ രണ്ട് സബ് സ്പേസുകൾ ഏതെങ്കിലും രണ്ട് സബ് സ്പേസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൻ്റെ രണ്ട് സബ് സ്പേസുകൾ എടുത്താൽ അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ സെറ്റിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടാവും. n ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അത് വെക്റ്റർ സ്പേസിൻ്റെ കേസിൽ വന്ന മാറ്റമാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്യാനായിട്ട് u1 intersection u2 ഉണ്ട്. ലെറ്റ് u1 u2 എക്സെട്ര um ബി എ ബേസിസ് ഓഫ് u1 intersection u2. നമ്മൾ കണ്ടീഷൻ പ്രൂവ് ചെയ്യാനായിട്ട് u1 intersection u2 എന്നുള്ള ഈ വെക്റ്റർ സ്പേസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സബ് സ്പേസിൻ്റെ ഒരു ബേസിസിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. u1 u2 എക്സെട്ര um എന്ന് പറയുന്നത് u1 intersection u2ൻ്റെ ഒരു ബേസിസ് ആയിട്ട് എടുത്തു. ദെൻ വി ക്യാൻ സേ ദാറ്റ് ഡയമെൻഷൻ ഓഫ് u1 intersection u2 വിൽ ബി ഈക്വൽ ടു m. ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു ബേസിസിൽ എത്ര വെക്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു u1 u2 എക്സെട്ര um എന്ന് പറയുന്നതാണ് ബേസിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ബേസിസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് m ആണ്. സോ ദി ഡയമെൻഷൻ ഓഫ് u1 intersection u2 will be equal to m. Then because u1 u2 etc um is a basis of u1 intersection u2, then u1 u2 etc um is linearly independent in u1. അതായത് ഇപ്പോൾ നമ്മൾ
പറഞ്ഞു u1 u2 എക്സെട്ര um എന്ന് പറയുന്നത് u1 ഇൻ്റർസെക്ഷൻ u2ൻ്റെ ഒരു ബേസിസ് ആയിട്ട് എടുത്തു. അപ്പോൾ ബേസിസ് എന്ന് പറയുന്നത് എന്താ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റുമാണ്, സ്പാനിങ് സെറ്റുമാണ്. അപ്പോഴാണ് നമ്മളതിനെ ബേസിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ u1 ഇൻ്റർസെക്ഷൻ u2 എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ കണ്ടീഷൻ, u1നും കോമൺ ആണ് u2നും കോമൺ ആണ്. സോ u1 u2 എക്സെട്ര um എന്ന് പറയുന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് ഫോർ u1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ u1 u2 എക്സെട്ര um എന്ന് പറയുന്നത് ബേസിസ് ഓഫ് u1 ആണ്, ബേസിസ് ഓഫ് u2 ആണെന്ന് പറയാൻ പറ്റില്ല. രണ്ടിനും സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല, കോമൺ ആയതുകൊണ്ട്. പക്ഷെ അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും എന്തായാലും. u1 u2 എക്സെട്ര um എന്ന് പറയുന്നത് u1ൻ്റെയും ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും, u2ൻ്റെയും ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. Thus we can say that u1 u2 extra um is a linearly independent set, linearly independent in the vector space u1. Hence this list can be extended to a basis of u1 as u1 u2 extra um etc v1 v2 etc vj for the as a basis for u1. അതായത് നമ്മൾ പറഞ്ഞിട്ട് ഇതിന് മുന്നേ ഒരു പ്രപ്പോസിഷൻ പ്രൂവ് ചെയ്തായിരുന്നു, ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഒരു വെക്റ്റർ സ്പേസിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ വെക്റ്റർ സ്പേസിൻ്റെ ഒരു ബേസിസ് ആയിട്ട് മാറ്റാൻ പറ്റൂ എന്നുള്ളത്. ആ പ്രപ്പോസിഷൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണിത്. എവറി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ എ ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു എ ബേസിസ് ഓഫ് ദി വെക്റ്റർ സ്പേസ്. ഇപ്പോൾ നമ്മളിവിടെ എടുത്തത് u1 u2 എക്സ്ട്രാ um എന്ന് പറയുന്നത് u1 എന്നുള്ള വെക്റ്റർ സ്പേസിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. സോ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ബേസിസ് ആക്കി മാറ്റാൻ പറ്റും u1ൻ്റെ. അപ്പോൾ ആ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന കുറച്ച് വെക്റ്റേഴ്സ് ആണ് v1 v2 എക്സെട്ര vj എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മൊത്തം ടോട്ടൽ എത്ര, അപ്പോൾ ഈ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ബേസിസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ എന്തായി മാറി, കുറച്ച് വെക്റ്റേഴ്സിന് ആഡ് ചെയ്തപ്പോൾ നമ്മൾ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സിൻ്റെ കൂടെ കുറച്ച് വെക്റ്റേഴ്സിനെ കൂടി ആഡ് ചെയ്തപ്പോൾ ഇതൊരു ബേസിസ് ആയിട്ട് മാറി. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് u1ൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. u1ൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും, ഈ ടോട്ടൽ എത്ര ലെങ്ത് ഉണ്ട് ഈ ബേസിസിന്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ഉണ്ട് ഈ ബേസിസ് എന്നുള്ളതാണ് ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ u1 u2 എക്സ്ട്രാ um വരെ m വെക്റ്റേഴ്സ് ഉണ്ട്, v1 v2 എക്സ്ട്രാ vj വരെ j വെക്റ്റേഴ്സ് ഉണ്ട്. സോ ടോട്ടൽ m പ്ലസ് j വെക്റ്റേഴ്സ് ഉണ്ട് ഈ u1ൻ്റെ ബേസിസിൽ. നമ്മൾ പുതിയതായിട്ട് രൂപപ്പെടുത്തിയെടുത്ത ആ ബേസിസിൽ m plus j vectors ഉണ്ട്. Thus we can say that dimension of u1 will be equal to m plus j. Okay. സിമിലർ വേയിൽ തന്നെ u1 u2 എക്സ്ട്രാ umനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ u2ൻ്റെ ഒരു ബേസിസ് ആക്കി മാറ്റുകയാണ്. അതായത് ഇപ്പോൾ നമ്മളിവിടെ u1 u2 എക്സ്ട്രാ um എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ആണ് u1ലേന്ന് പറഞ്ഞു. സിമിലർ വേയിൽ തന്നെ നമുക്ക് പറയാം u1 u2 എക്സ്ട്രാ എന്ന് പറയുന്നത് u2ൻ്റെയും കൂടി ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. കാരണം u1 ഇൻ്റർസെക്ഷൻ u2ൻ്റെ ബേസിസ് ആണ് u1 u2 എക്സ്ട്രാ u. അപ്പോൾ അത് u1ൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും, u2ൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. സോ ഈ തിയറത്തിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഈ പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എഗെയിൻ u2നും ഈ ബേസിസിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്കൊരു ബേസിസ് ആക്കി മാറ്റാം. അപ്പോൾ സിമിലർലി വി ആർ എക്സ്റ്റെൻഡിങ് ദി u1 u2 എക്സ്ട്രാ um ടു എ ബേസിസ് u1 u2 എക്സ്ട്രാ um w1 w2 എക്സ്ട്രാ wk ഓഫ് u2. അപ്പോൾ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റിൻ്റെ കൂടെ കുറച്ച് വെക്റ്റേഴ്സിനെയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ u2ൻ്റെ ബേസിസ് ആയിട്ട് മാറ്റി. സോ u2ൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്ത് വരും, m പ്ലസ് k എന്ന് വരും. ഇവിടെ k എലമെൻസിനെയാണ് അല്ലെങ്കിൽ k വെക്റ്റേഴ്സിനെയാണ് നമ്മൾ ആഡ് ചെയ്തത് m വെക്റ്റേഴ്സിൻ്റെ കൂടെ. സോ ഡയമെൻഷൻ ഓഫ് u2 വിൽ ബി ഈക്വൽ ടു m പ്ലസ് k. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി, ഡയമെൻഷൻ ഓഫ് u1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ കിട്ടിയത് m പ്ലസ് j ആണെന്ന് കിട്ടി. അതുപോലെ ഡയമെൻഷൻ ഓഫ് u2 എന്ന് പറയുന്നത് m പ്ലസ് k ആണെന്ന് കിട്ടി. അതുപോലെ ഡയമെൻഷൻ ഓഫ് u1 ഇൻ്റർസെക്ഷൻ u2ന് നമ്മൾ അസ്യൂം ചെയ്തത് m ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ ഡയമെൻഷൻ ഓഫ് u1 പ്ലസ് u2 ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് u1 പ്ലസ് u2 മൈനസ് ഡയമെൻഷൻ ഓഫ് u1 ഇൻ്റർസെക്ഷൻ u2 എന്ന് കാണിക്കാൻ ഇനി എന്ത് മാത്രം കാണിച്ചാൽ മതി, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കണം. ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ, അതായത് m പ്ലസ് j പ്ലസ് m പ്ലസ് k മൈനസ് m. അപ്പോൾ m കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ബാലൻസ് എന്ത് കിട്ടും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു m പ്ലസ് j പ്ലസ് k.
അപ്പോൾ ഡയമെൻഷൻ ഓഫ് u1 പ്ലസ് u2 ഈക്വൽ ടു m പ്ലസ് ജെ പ്ലസ് കെ എന്ന് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. കാരണം നമ്മൾ ഡയമെൻഷൻ ഓഫ് u1 കാൽക്കുലേറ്റ് ചെയ്തു, u2 കാൽക്കുലേറ്റ് ചെയ്തു, ഡയമെൻഷൻ ഓഫ് u1 ഇൻ്റർസെക്ഷൻ u2 എന്ന് പറയുന്നത് m ആണെന്ന് അസ്യൂം ചെയ്തു. സോ ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഡയമെൻഷൻ ഓഫ് u1 പ്ലസ് u2 ഈക്വൽ ടു m പ്ലസ് ജെ പ്ലസ് കെ എന്ന് കിട്ടുകയാണെങ്കിൽ നമ്മുടെ തിയറം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഇനി അതാണ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് വി വിൽ ഷോ ദാറ്റ് u1 u2 extra um, v1 v2 extra vj, w1 w2 extra wk is a basis of u1 plus u2. അത് പറയാൻ കാരണം എന്നല്ല, നമുക്ക് ഡയമെൻഷൻ എന്താ കിട്ടേണ്ടത്, m പ്ലസ് ജെ പ്ലസ് കെ എന്ന് കിട്ടണം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ആ ബേസിസിൽ ഇത്രയും വെക്റ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്, m പ്ലസ് ജെ പ്ലസ് കെ വെക്റ്റേഴ്സ് വേണം. സോ വിച്ച് മീൻസ് നമുക്ക് എന്ത് വേണം, u1 പ്ലസ് u2ൻ്റെ ഒരു ബേസിസ് ആണ് u1 u2 എക്സ്ട്രാ um, v1 v2 എക്സ്ട്രാ vj, w1 w2 എക്സ്ട്രാ wk എന്ന് പ്രൂവ് ചെയ്താൽ പോരെ. അപ്പോൾ ഇതിൻ്റെ ബേസിസ് ആണ് u1 പ്ലസ് u2ൻ്റെ ബേസിസ് ആണ് ഇത്രയും വെക്റ്റേഴ്സ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്പർ ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായി, m പ്ലസ് ജെ പ്ലസ് കെ ആയി. സോ ദിസ് വിൽ കംപ്ലീറ്റ് ദി പ്രൂഫ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനിവിടെ ഒന്നുകൂടി ഇപ്പോൾ നമ്മൾ ഡയമെൻഷൻ ഓഫ് u1 പ്ലസ് u2 എന്ന് പറയുന്നത് m പ്ലസ് ജെ പ്ലസ് കെ എന്ന് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. എന്താണ് ചെയ്യാൻ പോകുന്നത്, u1 പ്ലസ് u2ൻ്റെ ബേസിസ് ആണ് u1 u2 എക്സ്ട്രാ um, v1 v2 എക്സ്ട്രാ vj, w1 w2 എക്സ്ട്രാ wk എന്നാണ് നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ബേസിസ് ആയിട്ട് മാറും. Okay, it is clear that span of u1 u2 extra um, v1 v2 extra vj, w1 w2 extra wk contains u1 and u2 and hence equals u1 plus u2. അപ്പോൾ നമ്മൾ u1 എന്ന് പറയുന്നത്, ഇപ്പോൾ u1 u2 extra um, v1 v2 extra vj എന്ന് പറയുന്നത് ഒരു ബേസിസ് ആണ് u1ൻ്റെ എന്ന് പറഞ്ഞു. ഓക്കെ, കാരണം m പ്ലസ് ജെ എന്ന് പറയുന്നതല്ലേ ഡയമെൻഷൻ ഓഫ് u1 എന്ന് പറയുന്നത്. സോ ഇത് ബേസിസ് ആണെന്നുണ്ടെങ്കിൽ u1 പ്ലസ് u2 u1 പ്ലസ് ഇത്രയും വെക്റ്റേഴ്സ് u1 u2 എക്സ്ട്രാ um, v1 v2 എക്സ്ട്രാ vj എന്ന് പറയുന്ന ഇത്രയും വെക്റ്റേഴ്സ് ബേസിസ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായാലും സ്പാൻസ് u1നെ സ്പാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ u1 u2 എക്സെട്രാ w1 w2 എക്സ്ട്രാ wk ഇത്രയും വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ബേസിസ് ഓഫ് u2 ആയതുകൊണ്ട് ഇത്രയും വെക്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പാൻ ചെയ്യുന്നുണ്ട്, u2നെ സ്പാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെറ്റിൽ നിന്നും ഇപ്പോൾ u1 u2 എക്സ്ട്രാ u1, v1 v2 എക്സ്ട്രാ vj എന്ന് പറയുന്നത് സ്പാൻ ചെയ്യുന്നുണ്ട്, u1നെ സ്പാൻ ചെയ്യുന്നുണ്ട്, കാരണം അത് u1ൻ്റെ ബേസിസ് ആണ്. അതുപോലെ u1 u2 എക്സ്ട്രാ um എന്ന് പറയുന്നതും w1 w2 എക്സ്ട്രാ wk എന്ന് പറയുന്നതാണ് ബേസിസ് ഓഫ് u2. സോ അതെന്ത് ചെയ്യുന്നുണ്ട്, അത്രയും വെക്റ്റേഴ്സ് u2നെ സ്പാൻ ചെയ്യുന്നുണ്ട്. So we can say that any vector from u1 plus u2 can be written as a linear combination of these vectors, all these vectors. Thus we can say that these list of vectors u1 u2 extra um, v1 v2 extra vj, w1 w2 extra wk spans u1 plus u2. Okay, so we can say that first condition for the basis is satisfied. അപ്പോൾ സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ആണ്. ഈ ഇത്രയും ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും കൂടി നമുക്ക് കാണിച്ചാൽ മതി. So to show that this list is a basis of u1 plus u2, we need only to show that it is linearly independent. To prove this, we are supposing the linear combination of all these vectors equal to 0. Linear combination equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ സ്കെയിലാസിൻ്റെ വാല്യൂ 0 ആണെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്തായി മാറി, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറി. നമ്മൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ u1 u2 എക്സ്ട്രാ um വരെയുള്ള വെക്റ്റേഴ്സിൻ്റെ സ്കെയിലാസ് ആയിട്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് സ്കെയിലാസ് ആയിട്ട് നമ്മൾ a1 a2 എക്സ്ട്രാ am വരെ എടുത്തു. am എന്നുള്ള സ്കെയിലാസ് ചൂസ് ചെയ്തു. അതുപോലെ v1 v2 എക്സ്ട്രാ vj എന്നുള്ള വെക്റ്റേഴ്സിൻ്റെ സ്കെയിലാസ് ആയിട്ട് b1 v2 എക്സ്ട്രാ bj എന്നുള്ള സ്കെയിലാസിന് ചൂസ് ചെയ്തു. അതുപോലെ w1 w2 എക്സ്ട്രാ wk എന്നുള്ള വെക്റ്റേഴ്സിന് വേണ്ടിയിട്ട് c1 c2 എക്സ്ട്രാ ck എന്നുള്ള സ്കെയിലാസിന് ചൂസ് ചെയ്തു. അപ്പോൾ ഈ എസും ബീസും സീസ് എന്നൊക്കെ പറയുന്നത് എല്ലാം സ്കെയിലാസ് ആണ്. ഓക്കെ, നമ്മൾ ഈ സ്കെയിലാസ് എല്ലാം 0 ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി a1 a2 എക്സ്ട്രാ am അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതാനും പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇനി അതിനെ ജനറലായിട്ട് എസ് ബീസ് ആൻഡ് സീസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എയുടെ എല്ലാ സ്കെയിലാസും ഇൻക്ലൂഡഡ് ആണ്. ബീസ് എന്ന് പറയുമ്പോൾ എല്ലാ ബിയുടെ ടേം വരുന്ന എല്ലാ സ്കെയിലാസും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ,
ഇനി ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തു. അതിൽ നിന്ന് ഈ ഇത്രയും വെക്റ്റേഴ്സിൻ്റെ വാല്യൂ C1 W1 പ്ലസ് എക്സെട്ര CK WKയുടെ വാല്യൂ ഒന്ന് ചൂസ് ചെയ്യുകയാണ്, കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇത്രയും വെക്റ്റേഴ്സ് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നെഗറ്റീവായിട്ട് മാറി. ഇപ്പോൾ നോക്കിക്കേ, ഈ C1 W1 പ്ലസ് C2 W2 പ്ലസ് എക്സെട്ര CK WK എന്ന് പറയുന്നത് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി വെക്റ്റേഴ്സ് V1 U1 U2 എക്സെട്ര UM V1 V2 എക്സെട്ര VJ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഈ U1 U2 എക്സെട്ര UM V1 V2 എക്സെട്ര VJ എന്ന് പറയുന്നത് U1ൻ്റെ ഒരു ബേസിസ് ആണ്. ഓക്കെ, അപ്പോൾ ആ U1ൻ്റെ ബേസിസ് എന്ന് പറയുമ്പോൾ അത് സ്പാൻ ചെയ്യുന്ന വെക്റ്റേഴ്സ് ആണ്, സ്പാനിങ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ U1 U2 എക്സെട്ര UM V1 V2 എക്സെട്ര VJ എന്നുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ ഇങ്ങനെ വന്ന ഈ വെക്റ്ററിനെ എഴുതാൻ പറ്റി. സോ മീൻസ് ദാറ്റ് ദിസ് എലമെൻറ്റ് ഈസ് this vector is an element of the vector space U1. ഓക്കെ, സ്പാൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു ബേസിസ് എന്ന് പറയുന്നത് അത് സ്പാനിങ് സെറ്റുമാണ്, അതുപോലെ തന്നെ അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റുമാണ്. അപ്പോൾ സ്പാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെക്റ്റർ സ്പേസിലെ ഏതൊരു വെക്റ്റർ എടുത്താലും ആ സ്പാനിങ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഫസ്റ്റത്തെ ലീനിയർ കോമ്പിനേഷൻ C1 W1 പ്ലസ് എക്സെട്ര CK WKനെ ഈ U1 U2 U1 UM അതുപോലെ V1 V2 എക്സെട്ര VJ എന്നുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റുന്നുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ഓൾ ദീസ് വെക്റ്റേഴ്സ് ആർ സ്പാനിങ് ദിസ് വെക്റ്റർ. ഓക്കെ, ഈ ലീനിയർ കോമ്പിനേഷനെ സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്താ മീനിങ്? ആ വെക്റ്റർ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ദി വെക്റ്റർ സ്പേസ് U1 എന്ന് നമുക്ക് കിട്ടി. സ്പാൻ ചെയ്യുന്നത് അപ്പോൾ ആ വെക്റ്റർ സ്പേസിലെ വെക്റ്റേഴ്സിനെയാണ് ആ സ്പാനിങ് ലിസ്റ്റ് സ്പാൻ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ മീനിങ് എന്താ? ആ വെക്റ്റേഴ്സ് ആ വെക്റ്റർ സ്പേസിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണല്ലോ നമുക്കതിൻ്റെ സ്പാൻ ചെയ്യുന്ന അതിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റിയത്. ദാസ് വി ക്യാൻ സേ ദാറ്റ് C1 W1 പ്ലസ് എക്സെട്ര CK WK ഈസ് ആൻ എലമെൻറ്റ് ഓഫ് U1. ബട്ട് all these vectors are in U2. പക്ഷേ നമ്മുടെ W1 W2 എക്സെട്ര WK എന്ന് പറയുന്നത് എവിടെയുള്ള വെക്റ്റേഴ്സാണ്? U2ലെ വെക്റ്റേഴ്സ് അല്ലേ? കാരണം നമ്മൾ U1 U2 എക്സെട്ര UM W1 എക്സെട്ര WK എന്ന് പറയുന്നതാണ് ബേസിസ് ഓഫ് U2 ആയിട്ട് ചൂസ് ചെയ്ത്. സോ C1 W1 പ്ലസ് എക്സെട്ര CK WK എന്ന് പറയുന്നത് ഓൾറെഡി U2ലെ എലമെൻ്റ് ആണ്. ഇപ്പോൾ ഇത് നമുക്ക് U1ലെ എലമെൻ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ U1ലെ എലമെൻ്റ് ആണ് U2ലെ എലമെൻ്റ് ആണെന്ന് പറയുമ്പോൾ അതെന്തായി? ഇൻ്റർസെക്ഷനിലെ എലമെൻ്റ് ആയിട്ട് മാറിയില്ലേ? ദാസ് വി ക്യാൻ സേ ദാറ്റ് C1 W1 പ്ലസ് C2 W2 പ്ലസ് എക്സെട്ര CK WK ഈസ് ആൻ എലമെൻ്റ് ഓഫ് U1 ഇൻ്റർസെക്ഷൻ U2 എന്ന് കിട്ടി. So we get C1 W1 plus etc. CK WK is an element of U1 intersection U2. Because what we have U1 U2 etc. UM is a basis of the U1 intersection U2. നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തേക്കുന്നത് U1 U2 etc. UM എന്ന് പറയുന്നതിൻ്റെ U1 U2 etc. UM എന്ന് പറയുന്നതാണ് basis of the vector space U1 intersection U2. So any element in U1 intersection U2 can be written as a linear combination of these m vectors because it is a basis. Basis എന്ന് പറയുമ്പോൾ അത് സ്പാനിങ് സെറ്റുമാണ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റുമാണ്. സോ U1 U2 etc. UM എന്ന ബേസിസ് എന്ന് പറയുമ്പോൾ U1 ഇൻ്റർസെക്ഷൻ U2ലെ ഏതൊരു വെക്റ്റർ എടുത്താലും അതിനെ ഈ m വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയേക്കുന്നത് എന്താ? ഈ C1 W1 plus etc. CK WK എന്ന് പറയുന്നത് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് U1 ഇൻ്റർസെക്ഷൻ U2. Thus using this property we can say that this vector U1 C1 W1 plus etc. CK WK എന്നുള്ള ഈ ലീനിയർ കോമ്പിനേഷൻ നമുക്ക് എന്ത് ആക്കാൻ പറ്റും? ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് m വെക്റ്റേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും because it is an element of U1 intersection U2. So let C1 W1 plus etc. CK WK equal to D1 U1 plus etc. DM UM for some scalars D1 U2 etc. DM. പക്ഷേ നമുക്കറിയാം U1 U2 എക്സ്ട്രാ UM ആൻഡ് W1 W2 എക്സ്ട്രാ WK ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ്. കാരണം ഇത് U1 U2 എക്സ്ട്രാ UM എന്ന് പറയുന്നത് ഈസ് എ ബേസിസ് ഫോർ ദി U1 ഇൻ്റർസെക്ഷൻ U2 ആൻഡ് W1 W2 എക്സ്ട്രാ WK എന്ന് പറയുന്നത് എന്താ? ബിക്കോസ് ദീസ് വെക്റ്റേഴ്സ് M പ്ലസ് കെ എന്ന് പറയുന്നത് നമ്മൾ എന്തിൻ്റെ ഡയമെൻഷനായിട്ട് എടുത്തേക്കുന്നത്? ഒരു U2 എന്നുള്ളതിൻ്റെ ഡയമെൻഷനായിട്ടല്ലേ M പ്ലസ് കെ. U2 എന്നുള്ളതിൻ്റെ ബേസിസ് ആയിട്ടാണ് നമ്മൾ U1 U2 എക്സ്ട്രാ UM അതുപോലെ W1 W2 എക്സ്ട്രാ WK എന്നുള്ള ആ വെക്റ്റേഴ്സിനെ ചൂസ് ചെയ്തേക്കുന്നത്. സോ ബേസിസ് എന്ന് പറയുമ്പോൾ തന്നെ അതെന്തായി? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായി.
So linearly independent ആവുമ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 സച്ച് ദാറ്റ് ഓൾ ദി സ്കേലാസ് വിൽ ബി ഈക്വൽ ടു 0. സോ ഇതിൻ്റെ നമ്മൾ എല്ലാത്തിനെയും കൂടി ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാ വെക്ടേഴ്സിനെയും കൂടി റൈറ്റ് സൈഡിലോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ആൻഡ് സിൻസ് ഓൾ ദീസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വി ഗെറ്റ് ഓൾ ദി സീസ് ആൻഡ് ഡീസ് ആർ 0. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, ഈ എല്ലാ വെക്ടേഴ്സിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 സച്ച് ദാറ്റ് ഓൾ ദി സ്കേലാസ് വിൽ ബി ഈക്വൽ ടു 0 സിൻസ് all these vectors m plus k vectors are the basis for the vector space u2. So they will be linearly independent. അപ്പോൾ നമുക്ക് cസും dസും അതായത് c1 c2 എക്സ്ട്രാ ck എന്ന് പറയുന്ന സ്കേലാസും d1 d2 എക്സ്ട്രാ dm എന്ന് പറയുന്ന ആ അത്രയും സ്കേലാസ് എന്താണ് 0 ആണെന്ന് കിട്ടി. ഈ വാല്യൂ ഇപ്പോൾ ആ എല്ലാ cസും 0 ആണെന്ന് കിട്ടിയില്ലേ, ആ വാല്യൂ നമ്മളിവിടെ ഇക്വേഷൻ നമ്പർ 2 അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എല്ലാ cസും 0. സോ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് എന്ത് കിട്ടി, ഇക്വേഷൻ 2ൻ്റെ 0 എന്ന് കിട്ടിയില്ലേ. അതായത് -a1 u1 എക്സെട്ര ഈ വാല്യൂ ഇതിൻ്റെ ടേം ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് 0 ആയിട്ട് മാറി, റൈറ്റ് സൈഡ് സെയിം തന്നെ. അപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് വെക്ടേഴ്സ് u1 u2 എക്സ്ട്രാ um ആൻഡ് v1 v2 എക്സ്ട്രാ vj ഈക്വൽ ടു 0 എന്ന് കിട്ടി. ബട്ട് വി ഹാവ് ഓൾ ദീസ് വെക്ടേഴ്സ് u1 u2 എക്സ്ട്രാ um ആൻഡ് v1 v2 എക്സ്ട്രാ vj ആർ ദി ബേസിസ് വെക്ടേഴ്സ് ഫോർ ദി വെക്ടർ സ്പേസ് u1ൻ്റെ ബേസിസ് വെക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ അതിനെ എടുത്തിരിക്കുന്നത്. u1 എന്നുള്ള വെക്ടേഴ്സിൻ്റെ വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആയിട്ടാണ് നമ്മൾ u1 u2 എക്സ്ട്രാ u1 അതുപോലെ v1 v2 എക്സ്ട്രാ vj എന്നുള്ളതിന് എടുത്തേക്കുന്നത്. സോ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 സച്ച് ദാറ്റ് ആൻഡ് 0 എന്നും കിട്ടി. അതുപോലെ തന്നെ ഈ ഇതെന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റുമാണ്. സോ അതിൻ്റെ സ്കേലാസ് എന്തായി, ഓട്ടോമാറ്റിക്കലി ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടാൻ, അത് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു ഇക്വേഷൻ ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ 0 ആണെന്ന് കിട്ടി. Also we have all these vectors are linearly independent, so the scalars of these vectors will be also 0. Thus we can say that all the a's and b's are 0. Thus we get all the ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എല്ലാ എസും ബിസും ആൻഡ് സിസും 0 ആണ്. ദാറ്റ് ഈസ് a1 a2 എക്സ്ട്രാ am b1 b2 എക്സ്ട്രാ bg ആൻഡ് c1 c2 എക്സ്ട്രാ ck എന്ന് പറയുന്ന എല്ലാ സ്കേലാസും 0 ആണ് സച്ച് ദാറ്റ് ദെയർ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0. ഹെൻസ് ഓൾ ദീസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സോ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. സോ വി ഗെറ്റ് ദി വെക്ടേഴ്സ് all these vectors. ഈ വെക്ടേഴ്സ് എന്ന് പറയുന്നത് സ്പാൻ ചെയ്യുന്നുണ്ട് u1 പ്ലസ് u2 എന്നുള്ള വെക്ടർ സ്പേസിനെ. അതുപോലെ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ഓൾ ദീസ് വെക്ടേഴ്സ് ആർ ബേസിസ് ഫോർ ദി വെക്ടർ സ്പേസ് u1 പ്ലസ് u2. ദസ് ദി ഡയമെൻഷൻ ഓഫ് ദിസ് വെക്ടർ സ്പേസ് u1 പ്ലസ് u2 എന്ന് പറയുന്നത് എന്ത് വരും, m പ്ലസ് j പ്ലസ് k. സോ we were completing the proof because m plus j plus k നെ നമുക്ക് എങ്ങനെ എഴുതാം, ഡയമെൻഷൻ ഓഫ് u1 പ്ലസ് ഡയമെൻഷൻ ഓഫ് u2 മൈനസ് ഡയമെൻഷൻ ഓഫ് u1 ഇൻ്റർസെക്ഷൻ u2. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് മാത്രമേ കാണിക്കാനുണ്ടായുള്ളൂ. സോ അവിടെ വെച്ചിട്ട് നമുക്ക് പ്രൂഫ് കൺക്ലൂഡ് ചെയ്യാം.